ഹലോ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു ഭക്തിഗാനം പഠിക്കാം കേട്ടോ. കണ്ണൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഭക്തിഗാനമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. എസ് രമേശൻ നായർ സാറ് രചന നിർവഹിച്ച് KJ ജയൻ സാറ് സംഗീതം കൊടുത്തിട്ടുള്ള നമ്മളെ ഗാന ഗന്ധർവൻ പാടിയിട്ടുള്ള മയിൽപ്പീലി എന്ന ആൽബത്തിൽ ഏതാ സോങ്? രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ? അപ്പം നമുക്ക് ഈ പാട്ട് പഠിക്കാം കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു ഈ പാട്ട് ഒന്ന് പഠിപ്പിച്ച് തരുമോ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറയാറുണ്ട്, നമ്മൾ സാധാരണക്കാരായ ഒരുപാട് പേര് നമ്മളുടെ ചാനൽ കാണുന്നുണ്ട്. അതായത് പാട്ട് പഠിക്കാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പം അവർക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് കേട്ട് എല്ലാവരും നന്നായി പഠിക്കണേ. ഓക്കെ, അപ്പം നോക്കാം. ഈ പാട്ടിൻ്റെ ശ്രുതി വെച്ചത് C ആണ് കേട്ടോ. അപ്പം നിങ്ങളത് കേട്ട് നിങ്ങൾക്കിപ്പോൾ ഭജൻസിലൊക്കെ ഏത് ശ്രുതിയിലും വെക്കാം. ഭജൻസിലൊക്കെ നിങ്ങൾ പാടും. ഈ ഭജൻസിൽ ഈ പാട്ട് ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ശ്രുതിയിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി വെച്ചിട്ട് നിങ്ങൾക്ക് പാടാം. പക്ഷേ ഈ ഒരു ശ്രുതി എല്ലാവർക്കും കംഫർട്ടബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് ഈ ഒരു ശ്രുതിയിൽ പാടാം. ശ്രദ്ധിക്കൂ കേട്ടോ. പല്ലവി. രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഞാൻ ഈ സംഗതികളൊന്ന് പറഞ്ഞു തന്നതിൻ്റെ ശേഷം ഈ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് നിങ്ങൾക്ക് പാടിത്തരാം കേട്ടോ. അപ്പം നോക്കിക്കേ. രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്നാണ്. രാധകൻ പ്രേമത്തോടാണോ. ആ എടുക്കുന്നത് നോക്കിക്കേ കേട്ടോ. രാധകൻ പ്രേമത്തോ എന്നാണ് അവിടെ എടുക്കുന്നത്. പ്രേമത്തോടാണോ തോടാണോ കൃഷ്ണ എന്നുള്ള ഒരു വിളി, ആ ഒരു അത്രയും ഭംഗിയായിട്ട് വിളിക്കണം കേട്ടോ. ഞാൻ പാടും ഗീതത്തോടാണോ ഡാണോ എന്നാണ് കേട്ടോ. അവിടെ ചെറിയ ചെറിയ ഓരോ നോട്ടുകളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പാടണം. അപ്പോഴേ ആ പാട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. നമ്മളത് നെവർ മൈൻഡ് ആക്കി വിടരുത് കേട്ടോ. അപ്പോൾ ആ 2 വരികൾ ഒരുമിച്ചൊന്ന് പാടി നോക്കൂ. രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. കണ്ടോ അതിൻ്റെ താളം? അതേപോലെ രാധകൻ അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാധകൻ കണ്ടോ, രാധകൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും, അവിടെ നമ്മൾ അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പാടും ഗീതത്തോടാണോ. ക്ലിയർ? അപ്പോൾ താളവും കൂടെ നന്നായി ശ്രദ്ധിച്ചു പോകണം. ഇനി അടുത്ത വരി നോക്കിക്കേ. പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ എന്നാണ് അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അതായത് പറയൂ അവിടെ പറയൂ അത് മാത്രമേ ഉള്ളൂ. അവിടെ പറയൂ നിനക്കേറ്റം ഇഷ്ടം. അവിടെ വരുന്നത് പറയൂ നിനക്കേറ്റം ഇഷ്ടം എന്നാണ്. അവിടെ ആ സംഗതി ക്ലിയർ ആയിട്ട് പാടണം കേട്ടോ. പറയൂ നിനക്കേറ്റം ഇഷ്ടം എന്നാണ് വരുന്നത്. കിട്ടിയോ? ആ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പാടി തന്നത് മാത്രമേ ഉള്ളൂ. എന്നാണ് അവിടെ കൊണ്ടുവന്നത്. ഓക്കെ. ഇഷ്ടം പക്ഷേ അവിടെ
പകൽ പോലെ ഉത്തരം, പകൽ പകൽ പോലെ, പകൽ പോലെ ഉത്തരം, ഉത്തരം എന്നാണ് അവിടെ. പകൽ പോലെ ഉത്തരം, ഉത്തരം രം എന്നവിടെ ഒരു ചെറിയതായിട്ടൊരു ചാട്ടം കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഉണ്ടോ, രം ആ രം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പകൽ പോലെ ഉത്തരം സ്പഷ്ടം, ആ സ്പഷ്ടം എന്നാണ്. ആ ആ ലാ ല ല ല ല ല എന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ രാധതൻ പ്രേമത്തോടാണോ ആ വരിയിലേക്ക് പോവാണ്. അപ്പൊ അത് മുഴുവനായിട്ട് ഒന്ന് നോക്കിക്കുക, അതായത് പല്ലവി മുഴുവനായിട്ട് കേട്ടോ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അനുപല്ലവിയിലേക്ക് കയറുമ്പോൾ കുറച്ച് കയറ്റിയിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എവിടെയാണ്, ഞാൻ പാടും ഗീതത്തോടാണോ, ആ അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. ഇനി അതിന്ന് മുകളിലേക്കാണ് പിന്നെ നമ്മൾ കയറി പോകുന്നത് കേട്ടോ. നോക്കാം. അപ്പൊ നോക്കി, ശംഖുമില്ല കുഴലുമില്ല എന്നാണ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടുന്ന് മെല്ലെ പതുക്കെ അങ്ങോട്ട് പൊങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. ശംഖുമില്ല കുഴലുമില്ല, ക്ലിയർ. ശംഖുമില്ല ശംഖുമില്ല മില്ല എന്നാണ് കൊണ്ടുപോകുന്നത്. ശംഖുമില്ല കുഴലുമില്ല, അടുത്തത് കുഴലുമില്ല ലാ, അവിടെയാണ്. മറ്റേത് ശംഖുമില്ല എന്നാണ് പോയത്, അടുത്തത് കുഴലുമില്ല എന്നാണ് പോകുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പാടണം. റെഡി? ശംഖുമില്ല കുഴലുമില്ല, ശംഖുമില്ല അവിടെ അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നോക്കണേ. ശംഖുമില്ല കുഴലുമില്ല, കണ്ടോ, രണ്ടും അടി കഴിഞ്ഞിട്ടാണ്. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം എന്നാണ്. നെഞ്ചിന്റെ ഉള്ളിൽ അവിടെ, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന, പാടുന്നത് ശ്രദ്ധിക്കണേ. എങ്ങനെയാ നോക്കിക്കേ, നെഞ്ചിന്റെ ഉള്ളിൽ, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നിന്നീ നഗ്ന, നിന്നീ നഗ്ന സംഗീതം, അങ്ങനെയാണ് പോകുന്നത്. നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം, സംഗീതം അതാണ്. നിൻ കാൽക്കൽ വീണലിയുന്നു, ക്ലിയർ ആയോ? നിൻ കാൽക്കൽ, നിൻ കാൽക്കൽ വീണലിയുന്നു, വീണലിയുന്നു, നിൻ കാൽക്കൽ വീണലിയുന്നു, അതാണ്. അപ്പോൾ അത് ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം, നിൻ കാൽക്കൽ വീണലിയുന്നു, അങ്ങനെ 2 പ്രാവശ്യം പാടുന്നുണ്ട്. ഇനി അടുത്ത വരി നോക്കിക്കേ, വൃന്ദാവന എന്നാണ്. വൃന്ദാ വൃന്ദാ ആഹാ, അവിടെ ഒരു കുഞ്ഞു കിടുകിട് സംഗതി കൊടുത്തിട്ടുണ്ടേ, നോക്കണേ. വൃന്ദാവന എന്നാണ് കൊണ്ടുപോകുന്നത്. പാടി നോക്കി ഒന്നുകൂടെ. വൃന്ദാവന വൃന്ദാവന, ക്ലിയർ ആയോ? വൃന്ദാവന നികുഞ്ചങ്ങ,
ടോപ്പിലേക്ക് കൊണ്ടുപോകണം. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ, വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ, ചന്ദനം ചന്ദനം പോൽ മാറിലണിയുന്നു എന്നാണ്. ചന്ദനം പോൽ മാറിലണിയുന്നു. അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു നോട്ടാണുള്ളത്, ശ്രദ്ധിച്ച് പാടിയാൽ മതി കേട്ടോ. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ, ചന്ദനം പോൽ മാറിലണിയുന്നു. അതാണ് വരുന്നത്. ഓക്കെ, ചന്ദനം ചന്ദനം പോൽ മാറിലണിയുന്നു. ആ ലണിയുന്നു. ആ ല കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു സംഗതി ലണിയുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിന്റെ മന്ദസ്മിതത്തിൽ, നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു എന്നാണ്. നിന്റെ മന്ദസ്മിതത്തിൽ, മന്ദസ്മിതത്തിൽ ഞാൻ അവിടെ ഞാൻ കുളിരുന്നു. അതാണ് വരുന്നത്. പിന്നെ പറയരുതേ രാധയറിയരുതേ, പറയരുതേ. ആ ഒരു ഇതിൽ വേണം അത് പാടാൻ. പറയരുതേ കുറച്ചൊരു ഒതുക്കി പാടണം. അതായത് ആ പറയരുതേ എന്നുള്ളത് കുറച്ച് ഹസ്കി ആയിട്ട് കൊടുക്കണം. പറയരുതേ രാധയറിയരുതേ, യറിയരുതേ യറിയരുതേ എന്നാണ്. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. ഒരു രഹസ്യമായതുകൊണ്ട് അങ്ങനെ പാടാൻ പാടുള്ളൂ കേട്ടോ. ആ വരികൾ പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. അപ്പോൾ ഇത് ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ അവിടെ ഒരു സംഗതി കൂടെ കൊടുത്തിട്ടുണ്ട്. സംഗതിയല്ല, ഒരു ചെറിയ നോട്ട്. ഗുരുവായൂരപ്പ രഹസ്യം എന്നാണ് കേട്ടോ. അത് ആ ഒരു സ്റ്റൈലിൽ പാടിക്കൊടുക്കണേ. അപ്പോൾ ഇനി അതിൻ്റെ ഫുള്ളൊന്ന് പാടിത്തരാം ഞാൻ. ഏത് അനുപല്ലവി സോങ് മുഴുവനായിട്ട് നിങ്ങൾക്ക് പാടിയിടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ചില ഇഷ്യൂസ് ഉണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പാട്ടുകൾ മുഴുവനായിട്ട് ഒറ്റയടിക്ക് പാടിത്തരാത്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇടുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. യൂട്യൂബ് അത് നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല. അതായത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കൂ. ഞാൻ അനുപല്ലവി ഫുള്ളൊന്ന് പാടിയിട്ട് തരാം. ഓക്കെ. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം, നിൻ കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം, നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ, ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ, ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ പുൽകുന്നു. പറയരുതേ രാധയറിയരുതേ, ഇതു ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഇങ്ങനെയാണ് പോകുന്നത്.
പോകുന്നത് കേട്ടോ. അപ്പോൾ താളവും കൂടെ അടിച്ച് പാടണേ. ഞാൻ ഇവിടെ താളം അടിച്ചിട്ടുണ്ട്, ആ കൂടെ നിങ്ങളും അടിച്ചിട്ട് പാടണം കേട്ടോ. ഇനി അടുത്തത് ചരണമാണ്. നമ്മൾ അനുപല്ലവി പാടിയ സെയിം ട്യൂണാണ് ചരണത്തിലും വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ എന്താണ് മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യൂ. നന്നായിട്ട് പാട്ടുകളൊക്കെ പഠിച്ച് പാടണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചരണം നോക്കാം. റെഡി? കൊട്ടുമില്ല കുടവുമില്ല. നമ്മൾ നേരത്തെ അനുപല്ലവി പാടിയ അതേപോലെ തന്നെയാണ്, അതേ സെയിം ട്യൂൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലെ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. അതാണ് അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊട്ടുമില്ല എന്നാണ്. കൊട്ടുമില്ല കുടവുമില്ല, അത് കഴിഞ്ഞിട്ട് നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലെ സംഗീതം ഒക്കെ നേരത്തെ പറഞ്ഞു തന്ന അതേ ട്യൂൺ, അതേ നോട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു, അവിടെ പാടുമ്പോൾ പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു, അത്രയും ഭംഗിയായിട്ടത് പാടിയെടുക്കാൻ നോക്കണം. അതായത് പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു, നല്ല സ്ട്രോങ്ങിൽ പാടണം അവിടെ. അല്ലെങ്കിൽ അത് ഇങ്ങനെ ലൈറ്റായി പോകുമ്പോൾ അത്ര ഭംഗി നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മൾ പാടുകയാണ് ഇങ്ങനെ പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു, ഇങ്ങനെ പാടുന്നതിലും കുറച്ചും കൂടെ ഒരു ഭംഗിയായി കിട്ടും ഒന്നുകൂടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പാടുമ്പോൾ. അതായത് പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു ഇങ്ങനെ പാടുമ്പോൾ ആ വരികളൊക്കെ തന്നെ. കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലെ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. കണ്ടോ, കുറച്ചൊന്ന് പുഷ് ചെയ്ത് പാടി കൊടുക്കണം. പിന്നെ സുന്ദരമേഘച്ചാർത്തില്ലാമഴിച്ചു നീ, അവിടെ സുന്ദരമേഘച്ച മേലോട്ടേക്ക് കയറി പോണം നമ്മളെ നോട്ട്. സുന്ദരമേഘച്ചാർത്തില്ലാമഴിച്ചു നീ, നിൻതിരുമേ ചേർത്തു പുൽകുന്നു. അവിടെ പുൽകുന്നു എന്നുള്ള ആ ഒരു ഭാഗത്താണ് ചെറിയൊരു സംഗതി കൊടുത്തിട്ടുള്ളത്. അതായത് പുൽകുന്നു, മുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, സെയിം സംഗതി തന്നെയാണ്. പുൽകുന്നു, ആ പുൽകുന്നു അവിടെ. സുന്ദരമേഘച്ചാർത്തില്ലാമഴിച്ചു നീ, നിൻതിരുമേ ചേർത്തു പുൽകുന്നു, അതാണ്. പിന്നെ അടുത്ത വരി വരുന്നത് നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു എന്നാണ്. അവിടെ വരുന്നത് നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു, വീണുറങ്ങുന്നു. അവിടെ ഒന്ന് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോരണം. വീണുറങ്ങുന്നു എന്നാണ്. പിന്നെ അത് മുകളിൽ നമ്മൾ പാടിയ പോലെ തന്നെ ആ ഒരു രഹസ്യം അതേ സ്റ്റൈലിൽ തന്നെ പാടണം. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. നമ്മൾ മുകളിൽ പാടിയില്ലേ, അതുപോലെ തന്നെ ഇവിടെയും പാടി കൊടുക്കുക കേട്ടോ. അത്രയും ഒരു ഹസ്കി ആയിട്ട് അത് പാടിയിരിക്കണം. അപ്പോഴാണ് ആ രഹസ്യത്തിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം. അതായത് ചരണം. കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലെ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലെ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാർത്തില്ലാമഴിച്ചു നീ, നിൻതിരുമേ
ഇതു ഗുരുവായൂരപ്പാരഹസ്യം. അപ്പോൾ ഇത് കേട്ട് നന്നായി പഠിക്കണം കേട്ടോ. എല്ലാവരും നന്നായി പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല നല്ല കഴിവുണ്ട്, പക്ഷേ അവർക്കത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ ഇത്തിരി മടിയാണ്, കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് പാടിയിട്ട് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.